ഇക്കഴിഞ്ഞ തിരുവോണത്തിന് മുല്ലപ്പൂ കൈവശം വെച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതിന് ഒരു മുട്ടൻ പണി നടി നവ്യ നായർക്ക് കിട്ടിയിരുന്നു. ഓസ്ട്രേലിയയിലെ മെൽബൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുല്ലപ്പൂവ് ചൂടിച്ചെന്ന് ഇറങ്ങിയതിന്റെ പേരിൽ 1.25 ലക്ഷം രൂപയാണ് ഫൈൻ കിട്ടിയത്. നടിക്ക് ഫൈൻ കിട്ടി എന്നല്ലാതെ അന്ന് നടന്ന സംഭവം എന്താണെന്ന് താരം ആരോടും പങ്കുവച്ചിരുന്നില്ല. ഇപ്പോഴിതാ ഫൈൻ കിട്ടാനുള്ള കാരണം സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ നടി പങ്കുവച്ചിരിക്കുകയാണ്. ഫൈൻ അടിച്ചു കിട്ടിയപ്പോൾ ചെവിയിലൂടെ പുക പോകുന്ന ഫീലായിരുന്നുവെന്ന് നവ്യ പറയുന്നു. മുല്ലപ്പൂ നായർ എന്നാണ് മോൻ എന്നെ ഇപ്പോൾ വിളിക്കുന്നത്. വളരെ മുന്നേ ഏറ്റ പരിപാടിക്ക് വേണ്ടിയാണ് ഓസ്ട്രേലിയക്ക് പോയത്. പ്രോഗ്രാമിന് എഗ്രി ചെയ്തപ്പോൾ അന്ന് തിരുവോണ ദിവസമാണെന്ന് കരുതിയില്ല. സെപ്റ്റംബർ 5 തീയതി അവർ പറഞ്ഞു. ഞാനും ഓക്കെ പറഞ്ഞു. അഡ്വാൻസും വാങ്ങി. പിന്നീടാണ് അന്ന് തിരുവോണമാണെന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ തിരുവോണം ഫ്ലൈറ്റിലാണ്. സദ്യ എനിക്കൊരു വീക്ക്നെസ് ആണ്. പക്ഷേ അന്നേ ദിവസം ഫ്ലൈറ്റിലായിരിക്കും. എന്നാലും കുഴപ്പമില്ല, ഒന്ന് ആഘോഷിച്ചേക്കാമെന്ന് കരുതി സെറ്റും മുണ്ടും ഉടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി റെഡിയായി. ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ മുല്ലപ്പൂ ഫ്രഷായി ഇരിക്കാനായി നല്ല ഒരു മുഴം ബാഗിലും സൂക്ഷിച്ചു. അച്ഛനാണ് തലേ ദിവസം മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടു വന്നത്. അത് ഞാൻ ചൂടാതെ പോയാൽ അച്ഛന് വിഷമമാകുമെന്ന് അമ്മ പറയുകയും ചെയ്തു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. സിംഗപ്പൂർ എയർലൈൻസ് ആയിരുന്നു. സ്റ്റാഫെല്ലാം വന്ന് എനിക്കൊപ്പം ഫോട്ടോയെടുത്തു. എന്റെ കൂടെ ആര്യയുമുണ്ട്. ഞാൻ വന്ന ശേഷമാണ് അവൾ വന്നത്. ബിസിനസ് ക്ലാസ് മുഴുവൻ ചേച്ചിയുടെ മുല്ലപ്പൂവിന്റെ മണമാണെന്ന് കൂടി പറഞ്ഞതോടെ മുല്ലപ്പൂവ് കൊണ്ടുവന്ന എന്നിൽ ഞാൻ സംതൃപ്തിയായി, ഉൾപ്പുളകം കൊണ്ടു. അങ്ങനെ ഞാൻ മെൽബണിൽ ചെന്ന് ഇറങ്ങി. അവർ എനിക്ക് ഡിക്ലറേഷൻ കാർഡ് തന്നു. അവർ കയ്യിൽ കരുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ ചെടികളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. പാർട്സ് ഓഫ് പ്ലാന്റ്. എന്റെ മനസ്സിൽ കഞ്ചാവിന്റെ ചെടിയൊക്കെയാണ്. എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. എല്ലാത്തിനും നോ കൊടുത്തു. നമ്മൾ എന്തെങ്കിലും ഒളിപ്പിച്ചു കൊണ്ടുപോവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നതെന്ന് എന്റെ മനസ്സിൽ. മുല്ലപ്പൂ എന്റെ തലയിലല്ലേ, ഞാനിത് മറച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ രഹസ്യമൊന്നും പറയുന്നില്ല. മുല്ലപ്പൂവിന്റെ കാര്യം ഞാൻ മറന്നും പോയി. ചെന്നിറങ്ങുമ്പോഴേക്കും മലയാളി മങ്കിയായി ഇറങ്ങുന്നതിനേക്കാൾ കൂടുതലൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ചെന്നിറങ്ങിയപ്പോൾ ഒരു പ്രത്യേക ലൈനിലൂടെ പോകാൻ പറഞ്ഞു. ഞാനും ആര്യയും ചെന്നു. ചുവന്ന കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. സ്റ്റൈലിൽ നടന്നു. പെട്ടെന്ന് നിൽക്കാൻ പറഞ്ഞു. ഒരു സ്നിഫർ ഡോഗ് വന്നു. ഞാൻ ചെറുതായി പേടിച്ചു. അത് വന്ന് എന്റെ ബാഗിന്റെ അടുത്ത് വന്നു നിന്നു. എന്റെ ഹാൻഡ് ബാഗാണ് പ്രശ്നം. അവരതെടുത്തു വെച്ചു. കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ ചെറുതായൊന്ന് പേടിച്ചു. അവർ ബാഗ് മുഴുവൻ തപ്പി. ബാഗിൽ ഒന്നുമില്ല. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. തലയിൽ വെച്ച പൂവ് അഴിക്കാൻ പറഞ്ഞു. ഇതെന്താണ് എന്ന് ചോദിച്ചു. ജാസ്മിൻ ഫ്ലവർ ഫ്രം കേരള. വിത്തൗട്ട് മുല്ലപ്പൂ നത്തിങ് ഈസ് പോസിബിൾ. ഐ ആം വെയറിംഗ് കേരള സാരി. ഓണം വെരി ഇമ്പോർട്ടന്റ് ഫെസ്റ്റിവൽ ഇൻ കേരള എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഉടനെ അവർ അടിച്ചു തന്നു. $1890 ഫൈൻ. ഫോൺ എടുത്ത് ഗുണിച്ചു നോക്കാൻ പോയപ്പോൾ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. മനസ്സിൽ ഗുണിക്കാലോ. നോക്കിയപ്പോൾ 1.25 ലക്ഷം രൂപ. പിന്നെ കുറച്ചു നേരത്തേക്ക് ചെവിയിൽ നിന്ന് പുക പോകുന്ന ഫീലായിരുന്നു. പിന്നെ പുരുഷു എന്നെ അനുഗ്രഹിക്കണമെന്ന രീതിയിൽ കുറെ കരഞ്ഞു പറഞ്ഞു നോക്കി. പട്ടിയുടെ വിലയായിരുന്നു. മൈൻഡ് ചെയ്തില്ല. പൈസ അടച്ചിട്ടില്ല. പരാതി പോലെ മെയിലയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അയച്ചു. ഇതുവരെ അനക്കമൊന്നുമില്ല. ഇനിയിപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഡ്രസ്സ് പോലും കൊണ്ടുപോകില്ലെന്നാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും നവ്യ പറയുന്നു.